So welcome back to our channel. So നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് KTU S6 CSEയുടെ ഇമ്പോർട്ടൻറ്റ് കോർ പേപ്പറായ കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്ക് ഏപ്രിൽ 2025 2019 സ്കീം പ്രകാരമുള്ള CCWൻ്റെ ആൻസർ കീ ഡിസ്കഷനാണ് നോക്കുന്നത്. ഓക്കെ, ഇത് കോഴ്സ് കോഡ് വന്നിട്ട് CST 308 ആണ്. ഈ കഴിഞ്ഞ എക്സാം എല്ലാവർക്കും എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. മോർ ഓവർ കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ ഈ വർഷത്തെ CCW എക്സാം കുറച്ചും കൂടെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പ്രീവിയസ് ഇയറിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്കിൻ്റെ ഡ്യൂറേഷൻ വന്നിട്ട് 1 hour ആണ്. അതുപോലെ മാക്സിമം മാർക്ക് വന്നിട്ട് 50 ആണ്. ഓക്കെ, സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും നോക്കാം. ഇതിൽ നെഗറ്റീവ് മാർക്ക് ഇല്ല. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്കാണ്. പാസ് മാർക്ക് വന്നിട്ട് 25 ആണ്. ഓക്കെ അല്ലേ? സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യുക നിങ്ങൾ ഈ ആൻസേഴ്സ് തന്നെയാണോ എഴുതിയത്. ഓക്കെ, നോക്കിക്കോ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് നമ്പേഴ്സ് ആർ ഇൻസേർട്ടഡ് ഇൻ ടു ആൻ എംപ്റ്റി ബൈനറി സെർച്ച് ട്രീ ഇൻ ദ ഗിവൺ ഓർഡർ 10, 1, 3, 5, 15, 12, 16. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ബൈനറി സെർച്ച് ട്രീ? സോ നമുക്കിവിടെ ഒരു എംപ്റ്റി ബൈനറി സെർച്ച് ട്രീ ഉണ്ട്. അതിൽ ഈ തന്നിരിക്കുന്ന ഗിവൺ ഓർഡറിൽ നോട്ട്സ് എന്ത് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ആ തന്നിട്ടുള്ള ആ ബൈനറി സെർച്ച് ട്രീയുടെ മാക്സിമം ഹൈറ്റ് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ദ ഹൈറ്റ് ഈസ് ദ മാക്സിമം ഡിസ്റ്റൻസ് ഓഫ് എ ലീഫ് നോഡ് ഫ്രം ദ റൂട്ട്. ലീഫ് നോഡിൽ നിന്ന് റൂട്ടിലോട്ടുള്ള മാക്സിമം ഹൈറ്റ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ അല്ലേ? സോ എന്ത് ചെയ്യുക, ആദ്യം ആ നോട്ട്സ് ഒന്ന് നോക്കുക. സൈഡിലൊന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബൈനറി സെർച്ച് ട്രീ കൺസ്ട്രക്ഷൻ ആണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക. അപ്പോഴേ നമുക്ക് അതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കും. അപ്പോൾ ഏതൊക്കെ നോട്ട്സ് ആണ് തന്നിട്ടുള്ളത്? 10, 1, 3, 5, 15, 12, 16. ഓക്കെ, സോ നമുക്ക് ആദ്യം 10 ആണ് നമ്മൾ റൂട്ട് നോഡാക്കി വയ്ക്കുന്നത്. 10 നമ്മൾ റൂട്ട് നോഡാക്കി വെച്ചു. നെക്സ്റ്റ് 1 ആണ്. 10-നേം കാട്ടി ലെസ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ടും ഗ്രേറ്റർ ആണെങ്കിൽ റൈറ്റ് സൈഡിലോട്ടും വേണം. റൈറ്റ് സബ് ട്രീ ആയിട്ടാണ് നമ്മൾ ഫോം ചെയ്യുന്നത്. സോ 1 എന്ന് പറഞ്ഞാൽ 10-നേം കാട്ടി ലെസ് ആണ്. സോ ലെഫ്റ്റ് സൈഡിലോട്ട് 1 എന്നുള്ള നോഡ് പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് 3 എന്ന് പറഞ്ഞാൽ 10-നേം കാട്ടി ലെസ് ആണ്, 1-നേം കാട്ടി ഗ്രേറ്റർ ആണ്. സോ 1-ൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് 3 പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് 5 10-നേം കാട്ടി ലെസ് ആണ്, 1-നേം കാട്ടി ഗ്രേറ്റർ ആണ്, 3-നേം കാട്ടി എന്താണ്, ഗ്രേറ്റർ ആണ്. സോ 3-ൽ നിന്ന് റൈറ്റിലോട്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 15 10-നേം കാട്ടി ഗ്രേറ്റർ ആണ്. സോ നമ്മൾ റൈറ്റ് സബ് ട്രീ ആയിട്ട് 10-ൻ്റെ റൈറ്റ് സബ് ട്രീ ആയിട്ട് 15 പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് 12 എന്ന് പറയുമ്പോൾ 15-നേം കാട്ടി എന്താണ്, ലെസ് ആണ്. സോ 15-ൻ്റെ ലെഫ്റ്റിലോട്ട് 12 പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് 16 15-നേം കാട്ടി ഗ്രേറ്റർ ആണ്. സോ റൈറ്റിലോട്ട് പ്ലേസ് ചെയ്തു. ഓക്കെ അല്ലേ? ഫോം ചെയ്ത ബൈനറി സെർച്ച് ട്രീ വരച്ചതിൽ ഡൗട്ട് ഇല്ലല്ലോ. ഇനി നമ്മളിവിടെ നോക്കേണ്ടത്, നമുക്കറിയാം ഈ റൂട്ട് നോഡ് വെച്ച് നോക്കുമ്പോൾ ആ റൂട്ട് നോഡിന് 2 ട്രീസ് ആണ് വരുന്നത്, ലെഫ്റ്റ് സബ് ട്രീയും റൈറ്റ് സബ് ട്രീ. അപ്പോൾ ലെഫ്റ്റ് സബ് ട്രീ ആണ് നമ്മളിപ്പോൾ നോക്കുന്നത് വിചാരിക്കും. ഇതാണ് നമ്മുടെ ഇത് റൈറ്റ് സബ് ട്രീ. റൈറ്റ് സബ് ട്രീ ആണ് നോക്കുന്നത്. അവിടുത്തെ നമ്പർ ഓഫ് എഡ്ജസ് എന്താണ്? 1, 2. 2 എഡ്ജസ് ആണല്ലോ ഉള്ളത്. സോ അവിടുത്തെ നമ്പർ ഓഫ് എഡ്ജസ് 2 ആണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഞാൻ ഡേറ്റ സ്ട്രക്ചറിൻ്റെ ആ ഒരു ക്ലാസ് എടുത്തവർ പറഞ്ഞതാണ്, ഹൈറ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് എ ബൈനറി സെർച്ച് ട്രീ ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ ദാറ്റ് ട്രീ. ഓക്കെ, അപ്പോൾ ഈ ഒരു റൈറ്റ് സബ് ട്രീ നോക്കുന്ന സമയത്ത് അവിടെ എഡ്ജസ് എത്രയാണ്? 2 ആണ്. ഇനി നമ്മൾ ലെഫ്റ്റ് സബ് ട്രീ ആണ് നോക്കുന്നത്. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് സബ് ട്രീ. ലെഫ്റ്റ് സബ് ട്രീയുടെ എഡ്ജസ് നോക്കിയാൽ 1, 2, 3. ഓക്കെ, അപ്പോൾ റൈറ്റ് സബ് ട്രീയിൽ 2 ആണ് നമ്പർ ഓഫ് എഡ്ജസ്, ലെഫ്റ്റിൽ 3 ആണ്. സോ ഇതിൽ 3 ആണോ 2 ആണോ ഗ്രേറ്റർ? 3 ആണ്. സോ ദ മാക്സിമം അല്ലെങ്കിൽ ദ ഹൈറ്റ് ഓഫ് ദ ബൈനറി സെർച്ച് ട്രീ വന്നിട്ട് എന്താണ്? ആൻസർ ഈസ് 3. ഓപ്ഷൻ ബി 3 ആണ് ആൻസർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് മൂവിങ് ഓൺ ടു നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ മാക്സിമം നമ്പർ ഓഫ് ബൈനറി ട്രീ ദാറ്റ് ക്യാൻ ബി ഫോംഡ് വിത്ത് 3 അൺലേബിൾഡ് നോട്ട്സ്. 3 അൺലേബിൾഡ് നോട്ട്സ് വെച്ച് നമുക്ക് എത്ര ബൈനറി സെർച്ച് ട്രീ ഫോം ചെയ്യാൻ പറ്റും? അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ എ എന്താണ്? 1, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 3 അല്ലേ? സോ ഇവിടെ നമുക്ക് 3 അൺലേബിൾഡ് നോട്ട്സ് വരുമ്പം ഇങ്ങനെ ആയിരിക്കാം ഇല്ലേ, ഇങ്ങനെ ആയിരിക്കാം. സോ നമുക്കത് ഏത് രീതിയിൽ എത്ര മാക്സിമം നമ്പർ എന്ന് ചോദിക്കാൻ നമുക്കിവിടെ ഏറ്റവും ഹയസ്റ്റ് നമ്പർ ഏതാണ്? 5 ആണ്. സോ ആൻസർ ഓഫ് കോഴ്സ് ഏതായിരിക്കും? ഓപ്ഷൻ ബി 5. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു പലതരത്തിലുള്ള ഒരു 3 അൺലേബിൾഡ് നോട്ട്സ് വെച്ചൊന്ന് ബൈനറി സെർച്ച് ട്രീ വരച്ച് നോക്കുക. ആൻസർ ഈസ് ഓപ്ഷൻ ബി 5. ഓക്കെ അല്ലേ? നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ
ബെസ്റ്റ് ടൈം കോംപ്ലക്സിറ്റി ഓഫ് ബബിൾ സോർട്ട്. ബബിൾ സോർട്ടിൻ്റെ ബെസ്റ്റ് ടൈം കോംപ്ലക്സിറ്റി എന്താണ്? ഓപ്ഷൻ സി ആണ് n. നമ്മൾ പഠിച്ചതാണ് n എന്നാണ് ബെസ്റ്റ് ടൈം കോംപ്ലക്സിറ്റി ഓഫ് ബബിൾ സോർട്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ഫോർത്ത് ക്വസ്റ്റ്യൻ. വിച്ച് ഡേറ്റ സ്ട്രക്ചർ ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ഇംപ്ലിമെൻറ്റിംഗ് റിക്കേഴ്സീവ് അൽഗോരിതം? റിക്കേഴ്സീവ് അൽഗോരിതം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചർ ഏതാണ്? ഓപ്ഷൻ എ വന്നിട്ട് ക്യൂ, ഓപ്ഷൻ ബി സ്റ്റാക്ക്, ഓപ്ഷൻ സി ബൈനറി ട്രീ, ഓപ്ഷൻ ഡി അറേ. ആൻസർ എന്താണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി സ്റ്റാക്ക്. ഓക്കെ. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. Assume that the operators addition, subtraction, multiplication are left associative and exponential is right associative. The order of precedence from highest to lowest is exponential, multiplication, addition, subtraction. The postfix expression corresponding to the infix expression. അപ്പോൾ നമുക്കിവിടെ ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. നമുക്കിവിടെ പെർഫോം ചെയ്യുന്നത് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ ടു ഇൻഫിക്സ് എക്സ്പ്രഷൻ ആണ്. ഇതെങ്ങനെയാണെന്ന് ഞാൻ ഡേറ്റ സ്ട്രക്ചറിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ? എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് പോസ്റ്റ്ഫിക്സിൽ നിന്ന് ഇൻഫിക്സിലോട്ട്. നിങ്ങളപ്പോൾ ജസ്റ്റ് ചെയ്ത് നോക്കുക. ആൻസർ വന്നിട്ട് ഓപ്ഷൻ എ ആണ്, എ ബി സി. ഇതെങ്ങനെയാണെന്ന് ഞാൻ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞു തരാം. ഓക്കെ. ക്വസ്റ്റ്യൻ വന്നിട്ട് നമുക്കിവിടെ പെർഫോം ചെയ്യേണ്ടത് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷനിൽ നിന്ന് ഇൻഫിക്സിലോട്ട് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ട് എ പ്ലസ് ബി ഇൻറ്റു സി മൈനസ് ഡി എക്സ്പോണൻഷ്യൽ ഇ റൈസ് ടു എഫ്. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ഇൻഫിക്സ് കണ്ടുപിടിക്കുക. ഓക്കെ, അല്ലല്ല സോറി ഇവിടെ ഇൻഫിക്സ് ടു പോസ്റ്റ്ഫിക്സ് ആണ്. ദ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ കറസ്പോണ്ടിങ് ടു ഇൻഫിക്സ് എക്സ്പ്രഷൻ. ഓക്കെ, ഇതിൻ്റെ പോസ്റ്റ്ഫിക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പോസ്റ്റ്ഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അതായത് ഇപ്പം എ പ്ലസ് ഇത് രണ്ട് ഈ ഒരു ഓപ്പറാൻസ് കഴിഞ്ഞിട്ട് ഒരു സിമ്പൽ വരുന്നതാണ് പോസ്റ്റ്ഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ മാറ്റി എഴുതും? ആദ്യം നമ്മളിതാ ഇത് ഇത്രയും നോക്കാം. ഏത്? എ പ്ലസ് ബി അല്ലെങ്കിൽ ഇത് ഇത്രയാണ് നോക്കണമെന്ന് വിചാരിക്കും. ഇപ്പോൾ ആദ്യം ഇപ്പോൾ ഏത് വരും? പോസ്റ്റ്ഫിക്സ് ആകുമ്പോൾ എ ബി സി എഴുതുക. ഏതൊക്കെ ഇതുണ്ടോ അതെല്ലാം എഴുതുക. നെക്സ്റ്റ് പ്ലസും ഇതിൽ പ്ലസിനും ഇൻറ്റുവിലെ ഹയർ പ്രിസിഡൻസ് ആർക്കാണ്? മൾട്ടിപ്ലിക്കേഷനാണ്. സോ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് പ്ലസ് എഴുതുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഇതാ ഈ ഡി എഫ് നോക്കുക. നമുക്കറിയാം ഏറ്റവും കൂടുതൽ എക്സ്പോണൻഷ്യൽ വാല്യൂ ഉള്ളത് ഈ എക്സ്പോണൻറ്റിനാണ്. സോ ആദ്യം അക്ഷരങ്ങൾ എഴുതുക, ഡി ഇ എഫ് എന്ന് എഴുതുക. എന്നിട്ട് ആ രണ്ടെണ്ണം കൊടുക്കുക. ഇത് നടുക്കുള്ള ഈ മൈനസ് ഏറ്റവും അവസാനം വരും. ക്ലിയർ അല്ലേ? സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ ടു ഇൻഫിക്സ്. ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് ഡേറ്റ സ്ട്രക്ചറിൻ്റെ CCW റിവിഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് അറിയാത്തവർക്ക് ആ വീഡിയോ പോയി കാണുക. ഓക്കെ, സോ ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. ഓക്കെ, നെക്സ്റ്റ് മൂവിങ് ഓൺ ടു സിക്സ്ത് ക്വസ്റ്റ്യൻ. ദ റിസൾട്ട് ഇവാലുവേറ്റിംഗ് ദ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ 105 പ്ലസ് 666 ഡിവൈഡഡ് ബൈ അങ്ങനെ ഒരു എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ റിസൾട്ട് നമുക്ക് കണ്ടുപിടിക്കണം. സോ എന്താണ്? എളുപ്പമല്ലേ എങ്ങനെ റിസൾട്ട് കണ്ടുപിടിക്കുക? ആദ്യം ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഒരു സ്റ്റാക്ക് വരയ്ക്കുക. സപ്പോസ് ഇതൊരു സ്റ്റാക്കാണെന്ന് വിചാരിക്കുക. സ്റ്റാക്കിലോട്ട് ആദ്യത്തെ വാല്യൂ 10. ഞാൻ ആദ്യം 10നെ ഇൻസേർട്ട് ചെയ്തു. നെക്സ്റ്റ് ആരാണ്? 5നെ ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് എന്താ? അവർ തമ്മിൽ പ്ലസ് ചെയ്യാനാണ് വന്നത്. പ്ലസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? 5നെയും 10നെയും പോപ്പ് ചെയ്യുക. എന്നിട്ട് പ്ലസ് ചെയ്യുക. 10 പ്ലസ് 5 എത്തേ 15 കിട്ടി. അപ്പോൾ നമ്മൾ സ്റ്റാക്കിൽ ഇപ്പോൾ ആരാവും? 15. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കിക്കുക. നെക്സ്റ്റ് 66 ആണ്. ആദ്യം അപ്പോൾ ഞാൻ 60 ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് 6ഉം ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് എന്താ? ഡിവൈഡ് ആണ്. എന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റുള്ള 6നും 6നും എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെ? 60 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ എത്ര കിട്ടും? 10 കിട്ടും. അപ്പോൾ സ്റ്റാക്കിൽ ഓൾറെഡി ആരുണ്ടെന്ന്? 15 ഉണ്ട്. അപ്പോൾ ഡിവൈഡ് ചെയ്തപ്പോൾ ആരായി? 10 കിട്ടി. ഇനി എന്താണ്? ഇൻറ്റു ആണ്. അതായത് ഇതും ഇൻറ്റു ആണ്. അപ്പോൾ എങ്ങനെ? 10 സ്റ്റാർ 15. ആൻസർ എത്ര കിട്ടും? 150. അപ്പോൾ നമ്മളെ സ്റ്റാക്കിൽ ലാസ്റ്റ് ഇപ്പോൾ എന്തായി? 150. ഇനി എന്താണ്? 8 ആണ് ഇൻസേർട്ട് ചെയ്യുന്നത്. 8 ഇൻസേർട്ട് ചെയ്ത് അതിന് മൈനസ് ആണ്. മൈനസ് വരുമ്പോൾ എന്ത് ചെയ്യണം? 150
minus 8. Answer 142. So answer is option C, 142. മനസ്സിലായോ എങ്ങനെയാണ് ചെയ്തതെന്ന്? ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, പോയി കാണുക. ഓക്കെ, ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് ആൻസർ 142. ഓക്കെ, നെക്സ്റ്റ് moving on to 7th question. The average number of key comparison done in a successful sequential search in a list of length it is. Average number of key comparison. ഒരു സക്സസ്ഫുൾ സീക്വൻഷ്യൽ സെർച്ചിൽ ഉള്ള ആവറേജ് നമ്പർ ഓഫ് കീ കമ്പാരിസൺ എത്രയാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്, n+1/2. ഓക്കെ അല്ലേ? നെക്സ്റ്റ് 8th question. Which among the following statement are true? First one, if hash function take a message of arbitrary length and generates a fixed code. Second one, a hash function take a message of fixed length and generate a code of variables. 3, a hash function may give the same value for distinct messages. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഫസ്റ്റ് വൺ നോക്കിക്കേ, എ ഹാഷ് ഫംഗ്ഷൻ ടേക്ക് എ മെസ്സേജ് ഓഫ് ആർബിട്രറി ലെന്ത് ആൻഡ് ജനറേറ്റ്സ് എ കോഡ്. ഹാഷ് ഫംഗ്ഷൻ എന്ത് ചെയ്യും? ഒരു ആർബിട്രറി ലെന്ത് ടേക്ക് ചെയ്ത് ഒരു ഫിക്സഡ് കോഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് അല്ലേ? ഫസ്റ്റ് വൺ ഈസ് കറക്റ്റ്. സെക്കൻഡ് വൺ നോക്കേ, ഹാഷ് ഫംഗ്ഷൻ ടേക്ക് എ മെസ്സേജ് ഓഫ് ഫിക്സഡ് ലെന്ത് ആൻഡ് ജനറേറ്റ് എ കോഡ് ഓഫ് വേരിയബിൾ. ജനറേറ്റ് എ കോഡ് ഓഫ് വേരിയബിൾസ് എന്നാണ് പറയുന്നത്. അതിലെന്തോ ഒരു പന്തികേടില്ലേ? വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? ഹാഷ് ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത്? ഫിക്സഡ് ലെന്ത് ആണോ എടുക്കുന്നത്? അല്ല. ഒരു കോഡ് ഓഫ് വേരിയബിൾസ് ആണോ ജനറേറ്റ് ചെയ്യുന്നത്? അല്ല. ഫസ്റ്റ് വൺ ആണ് കറക്റ്റ്, സെക്കൻഡ് വൺ റോങ് ആണ്. തേർഡ് വൺ എന്താണ്? ഹാഷ് ഫംഗ്ഷൻ മേ ഗീവ് ദ സെയിം വാല്യൂ ഫോർ ഡിസ്റ്റിൻറ്റ് മെസ്സേജ്. സെയിം വാല്യൂ അല്ലേ? സോ ആൻസർ ഈസ് ഓപ്ഷൻ ഐ. ഫസ്റ്റ് വണ്ണും തേർഡ് വണ്ണും ആണ് കറക്റ്റ്. സോ ഓപ്ഷൻ സി, ഫസ്റ്റ് വൺ ആൻഡ് തേർഡ് വൺ ഓൺലി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഹാഷ് ഫംഗ്ഷൻ്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു പ്രോപ്പർട്ടീസ് നോക്കുക, ഫംഗ്ഷൻ നോക്കുക, എന്നാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, വായിച്ച് വയ്ക്കുക അത്. നെക്സ്റ്റ് 9th question. Level order traversal of a rooted tree can be done by starting from root and performing dash. Level order traversal, rooted tree level order traversal starting from rootൽ നിന്ന് പെർഫോം ചെയ്യുന്ന ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ എ, breadth first search. അറിയാലോ, ലെവൽ ഓർഡർ ട്രാവേഴ്സിൽ breadth, BFX ആണ് ആൻസർ. നെക്സ്റ്റ് മൂവ് ഓൺ ടു 10th question. Consider the following sequence of operations on an empty stack. സ്റ്റാക്ക് ഓപ്പറേഷൻ ആണ്. പുഷ് ചെയ്യാനും ക്യൂവും കൊടുത്തിട്ടുണ്ട്, രണ്ട് ഓപ്പറേഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ വാല്യൂ ഓഫ് S+Q കണ്ടുപിടിക്കണം. ഇതേപോലെ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അല്ലേ? നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം സ്റ്റാക്കിലെ ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പുഷ്, ഞാൻ ഇതിൽ തന്നെ കാണിക്കാം, നോക്കിക്കോ. ഫസ്റ്റ് എന്താണ്? പുഷ് 54. അപ്പോൾ ഞാൻ സ്റ്റാക്കിലോട്ട് ആദ്യം ആരെയെ കയറ്റി? 54 കയറ്റി. ഓക്കെ, നെക്സ്റ്റ് പുഷ് 52. സ്റ്റാക്കിൽ ഇപ്പോൾ ആരെയെ കയറ്റി? 52 കയറി. നെക്സ്റ്റ് പോപ്പ് ചെയ്യും. അപ്പോൾ ആര് പുറത്തുപോയി? 52 പുറത്തുപോയി. ഇപ്പോൾ സ്റ്റാക്കിൽ ആരേ ഉള്ളൂ? 54 ഉള്ളൂ. നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യണം? 55 പുഷ് ചെയ്തു. നെക്സ്റ്റ് 62നെ കയറ്റി. ഇനി എന്ത് ചെയ്യുക? S പോപ്പ്. ലാസ്റ്റ് വന്ന ആരാണ്? 62 ആണ്. അപ്പോൾ 62നെ എന്ത് ചെയ്യാൻ പറഞ്ഞു? പോപ്പ് ചെയ്യാൻ പറഞ്ഞു. അത് എവിടെ സ്റ്റോർ ചെയ്യണം? S പോപ്പ്. അതപ്പോൾ എസ്സിൽ വേണം ആ പോപ്പ് ചെയ്ത് ലാസ്റ്റ് പോപ്പ് ചെയ്ത വാല്യൂ 62. അപ്പോൾ എവിടെ സ്റ്റോർ ചെയ്യും? എസ്സിൽ സ്റ്റോർ ചെയ്യും. ഇത്രയും ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ എസ്സിൽ ഇപ്പോൾ ആരുണ്ട്? 62 ഉണ്ട്. ഇനി അടുത്ത് ക്യൂ ആണ്. ക്യൂ ഓപ്പറേഷൻ നോക്കിക്കോ. ഫസ്റ്റ് NQ21 ക്യൂവിലോട്ട് കയറി. നെക്സ്റ്റ് NQ24. നെക്സ്റ്റ് DQ ചെയ്യണം. അപ്പോൾ ആര് ഫ്രണ്ടിലുള്ള ഫ്രണ്ടും റെയറും എവിടെയാണ്? ആദ്യത്തേതിൽ 21 പോയി. നെക്സ്റ്റ് NQ28. അപ്പോൾ 28 കയറി. ഇപ്പോൾ ഫ്രണ്ട് റെയർ എവിടെയാണ്? 24ലാണ്. ഇനി NQ എന്താണ്? 32നെ NQ ചെയ്തു. ഇനിയാണ് Q = DQ. അപ്പോൾ DQ ആകുമ്പോൾ ആര് പോകും? 24 ആണ് പോണത്. അതെവിടെ സ്റ്റോർ ചെയ്യണം? Qയിൽ സ്റ്റോർ. അപ്പോൾ Q = എന്ത് വരും? 24. നമുക്ക് എന്താ? S+Q, അതായത് S = 62, Q = 24. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. S+Q = 62 + 24. ചെമ്പ് എത്ര കിട്ടും? 86 എന്ന് കിട്ടും. ആൻസർ ഈസ് ഓപ്ഷൻ എ, 86. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following need not necessarily be saved on a context switch between process?
പ്രോസസ്സിൻ്റെ ഇടയിൽ ഇതിൽ ഏതാണ് സേവ് ചെയ്യേണ്ടാത്തത്? കോണ്ടെക്സ്റ്റ് സ്വിച്ചിൽ സേവ് ചെയ്യേണ്ടാത്തത്, നീഡ് നോട്ട് നെസസറിലി ബി സേവ്ഡ്. ഓപ്ഷൻ 1 general purpose registers, option 2 translation book side buffer, option 3 program counter, option 4 all of the above. ഏതാണ്? its answer is translation look aside buffer. Okay, translation look aside buffer ആണ് need not necessarily be saved on a context switch between process. Answer is option B. Okay അല്ലേ? Next 12th question. In Unix, the return value for the fork system call is dash for the child process and for the parent process. അപ്പോൾ യുണിക്സിൽ റിട്ടേൺ വാല്യൂ ഫോർ ഫോർക്ക് സിസ്റ്റം കോൾ എന്താണ്? is dash for the child process, is 0 for the child process and non-zero for the parent process. non-zero integer. ആൻസർ ഓപ്ഷൻ സി ആണ്. ആ ഒരു ഫോർക്ക് സിസ്റ്റം കോളിൻ്റെ അത് നോക്കിയാൽ മതി. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി 0, a non-zero integer. In Unix, the return value for the fork system call is 0 for the child process and a non-zero integer for the parent process. Parent processന് non-zero integerഉം child processന് 0 ആയിരിക്കും. Okay, return value. Clear അല്ലേ? ഇനി 13th question. Which of the following page replacement algorithm suffers from Belady's anomaly? Belady's anomaly നിന്ന് സഫർ ചെയ്യുന്ന ഏത് പേജ് റീപ്ലേസ്മെന്റ് ആണ്? ഇറ്റ്സ് ഓപ്ഷൻ നമ്പർ എ ആണ്. FIFO, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. suffers from Belady anomaly. Okay. 14th question. Dijkstra's banking algorithm is an operating system solves the problem of dash. അറിയാലോ Dijkstra's algorithm എന്തിനു വേണ്ടി സോൾവ് ചെയ്യുന്നത്? ഇറ്റ്സ് ഫോർ ഡെഡ്ലോക്ക് അവോയ്ഡൻസ്. ഓപ്ഷൻ എ ഡെഡ്ലോക്ക് അവോയ്ഡൻസ്. 15th question. Consider a set of 5 processes whose arrival time, CPU time needed and priority are given below. So ഇവിടെ ഒരു സെറ്റ് ഓഫ് 5 പ്രോസസ്സ് തന്നിട്ടുണ്ട്. അവരുടെ അറൈവൽ ടൈം തന്നിട്ടുണ്ട്, CPU ടൈമും പ്രയോറിറ്റിയും തന്നിട്ടുണ്ട്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇഫ് CPU ഷെഡ്യൂളിംഗ് പോളിസി FCFS ആണെങ്കിൽ അതിൻ്റെ ആവറേജ് വെയിറ്റിംഗ് ടൈം എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. സോ നോക്കൂ, എങ്ങനെയാണ് വെയിറ്റിംഗ് ടൈം നമ്മൾ കണ്ടുപിടിക്കുന്നത്? വെയിറ്റിംഗ് ടൈം ഈക്വൽ ടു കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം മൈനസ് CPU ടൈം അല്ലേ? സോ ഇപ്പം P1ൻ്റെ വെയിറ്റിംഗ് ടൈമാണ് ഞാനിവിടെ കണ്ടുപിടിക്കുന്നത് വിചാരിക്കുക. ഓക്കെ, P1ൻ്റെ അറൈവൽ ടൈം എന്താണ്? 0 ആണ്. കംപ്ലീറ്റ് ചെയ്യുന്ന ടൈം എന്താണ്? 0 ആണ്. കാരണം 0 മൈനസ് 0 എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി P2ൻ്റെ കേസ് ആണെങ്കിലോ, P2ൻ്റെ കംപ്ലീറ്റ് ചെയ്യുന്ന P2 എന്ന് എത്രയാണ്? P2ൻ്റെ കംപ്ലീറ്റ് ചെയ്യുന്ന ടൈം എത്രയായിരിക്കും? 10 ആണ് അല്ലേ? 10 ആണ് എൻ്റെ കംപ്ലീഷൻ ടൈം മൈനസ് CPU ടൈം നോക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കണം. സോ അതിന് ആദ്യം ഇപ്പോൾ നമ്മളറിയാം വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ കംപ്ലീഷൻ ടൈം മൈനസ് എന്താണ്? വെയിറ്റിംഗ് ടൈം എങ്ങനെ കണ്ടുപിടിക്കും? കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം മൈനസ് CPU ടൈം ആണല്ലേ? സോ ജസ്റ്റ് ഒരു ഇവിടെ വരച്ചിനി കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഫസ്റ്റ് P1ൻ്റെ കേസിൽ അറൈവൽ ടൈം 0 ആണ്. ഓക്കെ, അതിൻ്റെ CPU ടൈം എന്താണ്? 10 ആണ് അല്ലേ? അപ്പോൾ അടുത്ത കംപ്ലീഷൻ ടൈം എന്താണ്? 10 ആണ്. കംപ്ലീഷൻ ടൈമാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. C എന്ന് പറഞ്ഞൊരു കോളം ഞാൻ വരച്ചിടാം. കംപ്ലീഷൻ ടൈം എന്താണ്? 10 ആണ്. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ. വെയിറ്റിംഗ് ടൈം എന്തായിരിക്കും? 10. കംപ്ലീഷൻ ടൈം 10 അല്ലേ? അപ്പോൾ 10 മൈനസ് 0 മൈനസ് 10. ആൻസർ ഈസ് 0 ആണ് വെയിറ്റിംഗ് ടൈം. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? കംപ്ലീഷൻ ടൈം എങ്ങനെ 10 ആണെന്ന് അറിയോ? സ്റ്റാർട്ടിംഗ് ടൈം പ്ലസ് CPU ടൈം. ഓക്കെ, ഇനി നെക്സ്റ്റ് P2ൻ്റെ അറൈവൽ ടൈം എന്താണ്? 0 ആണ്. CPU ടൈമോ? CPU ടൈം 5 ആണ് അല്ലേ? പ്രയോറിറ്റി 2 ആണ്. അപ്പോൾ അടുത്ത കംപ്ലീഷൻ ടൈം എങ്ങനെ കണ്ടുപിടിക്കും? കംപ്ലീഷൻ ടൈം ഈക്വൽ ടു 10 പ്ലസ് 5. കംപ്ലീഷൻ ടൈം ഈക്വൽ ടു 10 പ്ലസ് 5 എത്രയാണ്? 15. വെയിറ്റിംഗ് ടൈം എങ്ങനെ കണ്ടുപിടിക്കും? 15 മൈനസ് 0 മൈനസ് 5. അപ്പോൾ എത്ര കിട്ടും? 10. ഓക്കെ, ഇനി സെക്കൻഡ് അറൈവൽ ടൈം P3യുടെ കേസ്. P3യുടെ കംപ്ലീഷൻ ടൈം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. P3യുടെ ഞാൻ പെട്ടെന്ന് എഴുതി പോവാണ്. P3യുടെ കംപ്ലീഷൻ ടൈം വന്നിട്ട് 13 ആണ്. P4ൻ്റെ 13 അല്ല, സോറി, കംപ്ലീഷൻ ടൈം വന്നിട്ട് 18 ആണ്.
വെയിറ്റിംഗ് ടൈം വന്നിട്ട് 13 ആണ്. P4ൻ്റെ ആണെങ്കിൽ കംപ്ലീഷൻ ടൈം വന്നിട്ട് 38. പോയോ? സോറി, വെയിറ്റ്, ഒന്നും കൂടി എഴുതി കാണിച്ചു തരാം. കംപ്ലീഷൻ ടൈം, വെയിറ്റിംഗ് ടൈം. ഫസ്റ്റ് വൺ 10 ആണ് P1, വെയിറ്റിംഗ് ടൈം 0. P2 ആണെങ്കിൽ 15 ആണ്. ഞാൻ കംപ്ലീഷൻ ടൈം എല്ലാം താഴെ എഴുതാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, 38 ആണ്. ലാസ്റ്റ് 40 ആണ്. ഇനി വെയിറ്റിംഗ് ടൈം വന്നിട്ട് ഫസ്റ്റ് 0 ആണ്. P1ൻ്റെ 10, P3യുടെ 13, P4ൻ്റെ 13, P5ൻ്റെ 28. ഓക്കെ, ഇനി ഈ എല്ലാ വെയിറ്റിംഗ് ലിസ്റ്റും കൂടെ ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ വരും? ആവറേജ് വെയിറ്റിംഗ് ടൈം ഈക്വൽ ടു 10 + 13 + 13 + 28 ഡിവൈഡഡ് ബൈ 5. 0 ഉണ്ട്, 0 പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഈക്വൽ ടു ആഡ് ചെയ്ത് നോക്കിയാൽ മതി. 64 ഡിവൈഡഡ് ബൈ 5 സംതിങ്. ഈക്വൽ ടു ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 12.8 m/s എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, സോ ആൻസർ ഈസ് ഓപ്ഷൻ എ, 12.8. ഓക്കെ, 12.8 ms ആണ്. ഓക്കെ അല്ലേ? Next, move on to 16th question. Which of the following statement is false? First one statement നോക്കിയേ. Segmentation suffers from external fragmentation. Paging suffers from internal fragmentation. Segmented memory can be paged. Next, virtual memory is used only in multi-user systems. Okay, so ഇതിലേതാണ് correct? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ സെഗ്മെന്റേഷൻ സഫേഴ്സ് ഫ്രം എക്സ്റ്റേണൽ അല്ലേ? ട്രൂ അല്ലേ? ബിക്കോസ് വേരിയബിൾ സൈസ് സെഗ്മെന്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്? മെമ്മറിയിൽ ഗ്യാപ്പ് ഉണ്ടാക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. നമുക്കിവിടെ കണ്ടുപിടിക്കുന്നത് ഫോൾസ് ആയിട്ട് വേണം കണ്ടുപിടിക്കാൻ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ പേജിങ് സഫേഴ്സ് ഫ്രം ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ. അതും ട്രൂ അല്ലേ? കാരണം ഫിക്സഡ് സൈസ് പേജസ് ആണ് എന്ത് ചെയ്യുന്നത്? അൺയൂസ്ഡ് സ്പേസ് എന്ത് ചെയ്യുന്നത്? ലാസ്റ്റ് പേജിൽ ലീവ് ചെയ്യുന്നത്. സോ പേജിങ് സഫേഴ്സ് ഫ്രം ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ. ഇറ്റ്സ് ട്രൂ. നെക്സ്റ്റ്, സെഗ്മെന്റഡ് മെമ്മറി ക്യാൻ ബി പേജ്ഡ്. അതും ട്രൂ അല്ലേ? കാരണം മെനി സിസ്റ്റംസ് കമ്പൈൻഡ് സെഗ്മെന്റേഷൻ ആൻഡ് പേജിങ് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പൈൻ ചെയ്യുന്നുണ്ട്. സോ സെഗ്മെന്റഡ് മെമ്മറി എന്താണ്? ക്യാൻ ബി പേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഫോർത്ത് വന്ന് നോക്കിയാൽ വിർച്വൽ മെമ്മറി ഈസ് യൂസ്ഡ് ഓൺലി ഇൻ മൾട്ടി യൂസർ സിസ്റ്റംസ്. അത് കറക്റ്റ് ആണോ? അല്ല, വിർച്വൽ മെമ്മറി ഈസ് യൂസ്ഡ് ഇൻ ബോത്ത് സിംഗിൾ യൂസർ ആൻഡ് മൾട്ടി യൂസർ സിസ്റ്റം. ഓൺലി അവിടെ ഓൺലി എന്നൊരു വാക്ക് ശ്രദ്ധിക്കണം. ഓൺലി ഇൻ മൾട്ടി യൂസർ സിസ്റ്റംസ് എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. മൾട്ടി യൂസർ സിസ്റ്റത്തിൽ മാത്രമല്ല, സിംഗിൾ യൂസർ സിസ്റ്റത്തിലും പറ്റും, അതുപോലെ തന്നെ എന്തിലും പറ്റും? മൾട്ടി യൂസറിലും പറ്റും. സോ അവിടെ ഓൺലി എന്നൊരു വാക്ക് അവിടെ കൊടുത്തുകൊണ്ട് അതെന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ് ഇതിൽ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ റോങ് ആയിട്ട് വരുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി 4. ഓക്കെ അല്ലേ? നെക്സ്റ്റ് 17th ക്വസ്റ്റ്യൻ. 17th ക്വസ്റ്റ്യൻ നോക്കിക്കോ. പ്രോസസ് സിങ്ക്രണൈസേഷൻ ക്യാൻ ബി ഡൺ ഓൺ ഡാഷ്. Option A, hardware level. Option B, software level. Option C, both hardware and software level. Option D, none of the mentioned. ഏതാണ് ആൻസർ? ആൻസർ വന്നിട്ട് ഓപ്ഷൻ സി ആണ്. ബോത്ത് നമുക്കറിയാം, പ്രോസസ് സിങ്ക്രണൈസേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ബോത്ത് ഹാർഡ്വെയറിലും പറ്റും, സോഫ്റ്റ്വെയർ ലെവലിലും പറ്റും. ആൻസർ ഈസ് ഓപ്ഷൻ സി, ബോത്ത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ലെവൽ. ഓക്കെ അല്ലേ? ഇനി 18th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വാലിഡ് ഡെഡ് ലോക്ക് പ്രിവെൻഷൻ സ്കീം? ഈ തന്നിട്ടുള്ളതിൽ ഏതാണ് വാലിഡ് അല്ലാത്ത ഡെഡ് ലോക്ക് പ്രിവെൻഷൻ സ്കീം? First one, release all resources before requesting a new source. Option B, release all resources before requesting a new one. Option C, never request a resource after releasing any resource. Option D, request the resource when needed. അപ്പോൾ മെയിനായിട്ട് ഒരു ഡെഡ് ലോക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് നമ്മളിവിടെ ഡെഡ് ലോക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ഡെഡ് ലോക്ക് പ്രിവെൻഷൻസ് നോക്കുമല്ലേ? അതിൽ ഈ ഒരു സ്കീമിൽ വരാത്ത ഏതായിരിക്കും? മെയിനായിട്ട് വരുന്ന ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ നോക്കിക്കുക. റിക്വസ്റ്റ് ഓൾ റിസോഴ്സ് ബിഫോർ എക്സിക്യൂഷൻ അല്ലേ? പ്രിവെൻറ്റ്സ് ഹോൾഡ് ആൻഡ് വെയിറ്റ്. ഹോൾഡ് ആൻഡ് വെയിറ്റ് നമുക്ക് ഏതൊക്കെ തരം ഉണ്ട്? ടൈപ്പ് ഉണ്ട്. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ഹോൾഡ് ആൻഡ് വെയിറ്റ്, നോ പ്രിയംഷൻ, സർക്കുലർ വെയിറ്റ് ഇല്ലേ?
അതിൽ ഇപ്പം ഇത് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കി ഫസ്റ്റ് വൺ നോക്കി റിലീസ് ഓൾ റിസോഴ്സ് ബിഫോർ റിക്വസ്റ്റിംഗ് എ ന്യൂ റിസോഴ്സ്. കറക്റ്റ് ആണോ അല്ലയോ? കറക്റ്റ് ആണ്. സെക്കൻഡ് വൺ നോക്കിയാൽ ദ നമ്പർ ദ റിസോഴ്സ് യൂണീക്ലി ആൻഡ് നെവർ റിക്വസ്റ്റ് എ ലോ നമ്പർ റിസോഴ്സ് ദാൻ ദ ലാസ്റ്റ് വൺ റിക്വസ്റ്റ്. അത് വാലിഡ് ആണോ? ആണ്. ഓൾസോ അവോയ്ഡ് ഹോൾഡ് ആൻഡ് വെയിറ്റ് അവോയ്ഡ് ചെയ്യുന്നതാണ് അല്ലേ. നെക്സ്റ്റ് വൺ നെവർ റിക്വസ്റ്റ് എ റിസോഴ്സ് ആഫ്റ്റർ റിലീസിങ് എനി റിസോഴ്സ്. മൂന്നാമത്തെ നോക്ക് നെവർ റിക്വസ്റ്റ് എ റിസോഴ്സ് ആഫ്റ്റർ റിലീസിങ് എനി റിസോഴ്സ്. അത് വായിച്ച് നോക്കിയേ. അതെന്താണ്? വാലിഡ് ആണോ? ഒരു വാലിഡ് പ്രിവെൻഷൻ സ്കീം ആണോ അത്? അല്ല. വായിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് ഫോർത്ത് വൺ നോക്കി റിക്വസ്റ്റ് ആൻഡ് ഓൾ ദ റെക്കോർഡ് റിസോഴ്സ് ബി അലോക്കേറ്റഡ് ബിഫോർ എക്സിക്യൂഷൻ. അതെന്താണ്? ബിഫോർ എക്സിക്യൂഷൻ ആയാലും അത് എന്താണ്? ഒരു വാലിഡ് ആണ്. അതെന്തിനാണ്? സ്റ്റാൻഡേർഡ് ബിഹേവിയർ ആണ് അല്ലേ. ഡസ് നോട്ട് പ്രിവെന്റ് ഡെഡ്ലോക്ക് അലോൺ ബട്ട് നോട്ട് ഇൻകറക്റ്റ് ഇൻ പ്രിൻസിപ്പിൾ അത് ഇൻകറക്റ്റ് അല്ല, പക്ഷെ റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ വെനെവർ വി നീഡ് ഇറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്, പക്ഷെ വായിച്ച് നോക്കുക ഇതിലേതാണ് വാലിഡ് അല്ലെങ്കിൽ നോട്ട് വാലിഡ് ആയിട്ട്. ഇത് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം. ഫസ്റ്റ് വൺ ആണ് എന്താണ് എല്ലാ റിസോഴ്സും റിലീസ് ചെയ്യാൻ പറ്റും ബിഫോർ റിക്വസ്റ്റിംഗ് എ ന്യൂ റിസോഴ്സ്. ഒരു ന്യൂ റിസോഴ്സ് റിക്വസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യാൻ? റിലീസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്താണ്? നമ്പർ ദ റിസോഴ്സ് യൂണീക്ലി. സോറി വെയിറ്റ്. ഓക്കെ. അടുത്ത തേർഡ് വൺ ആണെങ്കിൽ നെവർ റിക്വസ്റ്റ്. ഇങ്ങനെ ഈ നെവർ, എവർ, നോട്ട്, ഓൺലി ഇങ്ങനത്തെ വാക്കുകളൊക്കെ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. വായിക്കുമ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വാലിഡ് ആണോ അല്ലയോ എന്ന് മനസ്സിലാവും. ആൻസർ ഇവിടെ വന്നിട്ട് ഓപ്ഷൻ സി ആണ്. നെവർ റിക്വസ്റ്റ് റിസോഴ്സ് ആഫ്റ്റർ റിലീസിങ് എനി റിസോഴ്സ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷെഡ്യൂൾ അൽഗോരിതം ഈസ് നോൺ പ്രീഎംപ്റ്റീവ്. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് നോൺ പ്രീഎംപ്റ്റീവ് അല്ലാത്തത്? ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻസ് നോക്കിയോ. റൗണ്ട് റോബിൻ പിന്നെ ഏതൊക്കെയുണ്ട്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഓപ്ഷൻ ബി. ഓപ്ഷൻ സി മൾട്ടി ലെവൽ ക്യൂ ഷെഡ്യൂളിംഗ്. ഓപ്ഷൻ ഡി മൾട്ടി ലെവൽ ക്യൂ ഷെഡ്യൂളിംഗ് വിത്ത് ഡെഡ് ലോക്ക്. ആൻസർ ഏതാണ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഫിഫോ അല്ലേ. ഫിഫോ ആണ് ഇതിൽ എന്ത്? നോൺ പ്രീഎംപ്റ്റീവ് ആയിട്ടുള്ള അൽഗോരിതം. ഓക്കെ. 20th ക്വസ്റ്റ്യൻ പേജ് ഫോൾട്ട് ഒക്കേഴ്സ് വെൻ. എപ്പോഴാണ് പേജ് ഫോൾട്ട് ഒക്കർ ആവുന്നത്? ആൻസർ ഓപ്ഷൻ ബി വെൻ എ റിക്വസ്റ്റഡ് പേജ് ഇസ് നോട്ട് ഇൻ മെമ്മറി. ആണോ അല്ലേ? ഒരു റിക്വസ്റ്റഡ് പേജ് ആ ഒരു മെമ്മറിയിൽ ഇല്ലാത്തപ്പോഴേ പേജ് ഫോൾട്ട് ഉണ്ടാവുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ ബി വെൻ എ റിക്വസ്റ്റഡ് പേജ് ഇസ് നോട്ട് ഇൻ മെമ്മറി. നെക്സ്റ്റ് move on to 21 question. The address of the next instruction to be executed by the current process is provided by dash. നമുക്കറിയാം നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടറിൻ്റെ മെയിൻ ഫംഗ്ഷനേ അതാണ്. എന്താണ് അതിന് മെയിൻ ആയിട്ടുള്ളത്? ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ട് ഈസ് ബൈ കറണ്ട് പ്രോസസ് ഈസ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? പ്രോഗ്രാം കൗണ്ടർ ആണ് അല്ലേ. ആൻസർ ഈസ് ഓപ്ഷൻ ബി പ്രോഗ്രാം കൗണ്ടർ. 22nd question. Which of the following is a type of computer architecture ആണ്? ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ മൈക്രോ ആർക്കിടെക്ചർ. ഓപ്ഷൻ ബി ഹാർവാർഡ് ആർക്കിടെക്ചർ. ഓപ്ഷൻ സി വോ ന്യൂമാൻ ആർക്കിടെക്ചർ. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ മെൻ. ഇതിൽ നമ്മൾ വോ ന്യൂമാൻ ആർക്കിടെക്ചർ, മൈക്രോ ആർക്കിടെക്ചർ ഇതെല്ലാം ആർക്കിടെക്ചേഴ്സ് ആണല്ലേ. എല്ലാം വരും ഇതിൽ. ഹാർവാർഡ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഉണ്ട്, അതൊരു ടൈപ്പാണ്. അതിൽ മൈക്രോ ആർക്കിടെക്ചർ ഉണ്ട്, വോ ന്യൂമാനും ഉണ്ട്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ മെൻഷൻഡ്. 23rd question. In absolute addressing mode, the operand is inside the instruction. Option B, address of the operand is inside the instruction. The register containing address of the operand is specified inside the instruction. Option D, the location of the operand is implicit. Absolute addressing mode എന്താണ് മെയിൻ ആയിട്ട്? The address of the operand എപ്പോഴും എവിടെ ആയിരിക്കും? Is inside the instruction. Option B ആണ്. Absolute addressing mode is the address of the operand is inside the instruction. 24th question. Compared to RISC-ഉം CISC-ഉം പ്രോസസ്സ് ചെയ്യുമ്പോൾ കണ്ടെയ്ൻ ചെയ്യുന്നത് CISC-ൽ എന്താണ് മെയിനായിട്ട് കണ്ടെയ്ൻ ചെയ്യുന്നത്? ലാർജർ ഇൻസ്ട്രക്ഷൻസ് സെറ്റ് ആൻഡ് ഫ്യൂവർ രജിസ്റ്റേഴ്സ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. കമ്പയർ ടു RISC പ്രോസസ്സേഴ്സ് CISC പ്രോസസ്സറിൽ ലാർജർ ഇൻസ്ട്രക്ഷൻ സെറ്റും ഫ്യൂവർ രജിസ്റ്റേഴ്സും ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ആൻസർ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് 25th question. Determine the number of clock cycles required to process 200 tasks in a 6-segmented pipeline. Each segment takes 1 cycle.
അതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഒന്ന് ചെയ്ത് നോക്കുക. നമ്പർ ഓഫ് ക്ലോക്ക് സൈക്കിൾസ് വേണം റിക്വയർഡ് ടു പ്രോസസ് 200 ടാസ്ക് ഇൻ 6 സെഗ്മെൻറ്റഡ് പൈപ്പ് ലൈനിൽ. ആൻസർ വന്നിട്ട് ഓപ്ഷൻ ഡി ആണ്, 205 സൈക്കിൾസ് ആണ്. ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 205. ഓക്കെ അല്ലേ? സോ ഇപ്പം നമ്മൾ ഇതുവരെ 25 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് പാർട്ടിൽ ബാക്കി റെസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യും. ഫ്ലാറ്റ് ഉണ്ട് നമുക്കിനി നോക്കാൻ, അതുപോലെ ഏതുണ്ട്, COAയുടെ ബാക്കിയുണ്ട്, ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. സോ ഇതുവരെ ചെക്ക് ചെയ്തത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ഇടുക. ഓക്കെ ഫൈൻ, താങ്ക് യു.